ക്ലിനിക്കിൽ വന്ന ഒരു കേസാണ്. ആ കുട്ടിക്ക് ഛർദിയാണ്. +2 പഠിക്കുന്ന മോളാണ്. എക്സാം എഴുതാൻ പറ്റുന്നില്ല. +2 പബ്ലിക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര പോലും കുട്ടി ആബ്സെൻ്റ് ആണ് ക്ലാസ്സുകളിൽ. പാസ്സാവോ എന്നുള്ള കാര്യം സംശയമാണ്. ഈ കുട്ടിക്ക് ഛർദിയാണ്. ഏകദേശം 3 വയസ്സിൽ തുടങ്ങിയ ഛർദിയാണ്. എന്ത് കഴിച്ചാലും ഛർദിക്കുക. ഭക്ഷണം അകത്തങ്ങ് വയറ്റിൽ ആമാശയത്തിൽ അങ്ങ് എത്തിയാലുടനെ അവൾ ഒക്കാനിക്കും, ഛർദിക്കും. കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. മെഡിക്കൽ കോളേജിലെത്തി. അവിടെ ചെന്ന് എൻഡോസ്കോപ്പി എടുത്തു, കൊളോണോസ്കോപ്പി എടുത്തു, USG എടുത്തു, ബയോപ്സി എടുത്തു, സകല ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യാണ്. അതിൻ്റെയൊക്കെ റിപ്പോർട്ട് കിട്ടി. റിസൾട്ട് വന്നപ്പോൾ ഒന്നുമില്ല. ഒന്നിലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ കുട്ടി ഇപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞ് ക്ലിനിക്കിൽ വരികയാണ്. കുട്ടിയോട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം അവളൊന്നും പറഞ്ഞില്ല. ഛർദി മാത്രമാണ്, എനിക്ക് കാരണമൊന്നും അറിയില്ല എന്നതായിരുന്നു അവളുടെ ഉത്തരം. 2ാമത്തെ ദിവസം അവളുടെ കൂടെ ഇരുന്നപ്പോൾ അവൾ പറഞ്ഞു, അവൾ ഓർത്തെടുത്ത് പറയാണ്, അവൾക്ക് ഏകദേശം 3-4 വയസ്സായ സമയത്ത്, അന്ന് മുതലേ ഓർമ്മയിലുള്ളവയാണ് അവൾ എടുത്ത് സംസാരിക്കുന്നത്. അന്ന് ഉമ്മയും ഉപ്പയും കലഹിക്കും. അവർ വീട്ടിൽ 1-2 പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. ഉപ്പ കയർക്കാൻ തുടങ്ങും. ഉമ്മ കരയാൻ തുടങ്ങും. ചിലപ്പോഴൊക്കെ ഉമ്മയും ബഹളം വയ്ക്കാൻ തുടങ്ങും. ഈ അവസരങ്ങളിൽ 3 വയസ്സുള്ള അവൾ കരയുമായിരുന്നു. അവൾ ഉറക്കെ കരയുമായിരുന്നു. ആ സമയത്ത് ഉമ്മ എന്ത് ചെയ്യും, ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറിട്ടിട്ട് അവൾ ആ ചോറിന് മുൻപിലിരുത്തും. കുട്ടി ചോറ് ഇങ്ങനെ വാരി ഓരോ വറ്റായിട്ട് എടുത്തിട്ട് വാരി തിന്നുകയും ചെയ്യും. ഇങ്ങനെ ഈ ബഹളം കേൾക്കുമ്പോൾ വീണ്ടും കുട്ടിക്ക് പേടി വരും, സങ്കടം വരും. അവൾ വീണ്ടും കരയാൻ തുടങ്ങും. പക്ഷേ ചോറ് തിന്നുന്ന കുഞ്ഞ് കരയുന്നത് കേട്ടാലും ഉമ്മയോ ഉപ്പയോ അവളെ മൈൻഡ് ചെയ്യൂല. അവളുടെ അരികിലേക്ക് വരൂലായിരുന്നു പോലും. അങ്ങനെ കരഞ്ഞിട്ടും ഒരു റിസൾട്ടും ഇല്ലാതെ വന്നപ്പോൾ 4 വയസ്സ് മാത്രമുണ്ടായിരുന്ന ആ കുഞ്ഞു ഹൃദയത്തിൽ തോന്നിയതാണ് ഛർദ്ദിക്കാമെന്ന്. അവൾ എന്ത് ചെയ്തു, ഭക്ഷണം വായിലിട്ട് ഉടനെ ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ ഛർദി ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഒക്കാന ഇങ്ങനെ സൗണ്ട് കേട്ട് തുടങ്ങിയപ്പോൾ ഉമ്മയൊപ്പ എന്ത് ചെയ്യും, ഓടി വരും. അവളെടുക്കും, പുന്നാരിക്കും. അവളെടുക്കും, തോളിലിട്ട് സമാധാനിപ്പിക്കും. അങ്ങനെ അവൾക്ക് കുറച്ച് ദിവസങ്ങൾ ഇതിങ്ങനെ തുടർന്നു പോയപ്പോൾ അവൾക്ക് തോന്നി, ഇത് നല്ലൊരു വിദ്യയാണ്. ഇവർ പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേന്, കലഹിക്കുമ്പോഴത്തേന് ഇവളിവിടെ കിടന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഉമ്മയൊപ്പ ഓടി വരും, അവളെ എടുക്കും, പുന്നാരിക്കും. അവരുടെ ബഹളം പ്രശ്നം അവിടെ നിൽക്കും. അങ്ങനെ അവളുടെ ജീവിതത്തിൽ അതൊരു വിദ്യയാക്കി മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആമാശയത്തിനൊരു പ്രത്യേകതയുണ്ട്. ഭക്ഷണം പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലൂടെ അവിടെ ഒരു വാൾവുണ്ട്. ആ വാൾവിലൂടെ ആമാശയത്തിലേക്ക് മാത്രമേ പോവുള്ളൂ. വൺ സൈഡാണ്, അങ്ങോട്ടേക്ക് മാത്രമേ പോവുള്ളൂ. ഭക്ഷണത്തിന് ഇങ്ങോട്ടേക്ക് വരത്തക്ക രൂപത്തിലല്ല ആ വാൾവുകളെ തമ്പുരാൻ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഛർദ്ദിക്കുക എന്ന് പറയുന്നത് വളരെ സ്ട്രേനിയസ് ആയിട്ടുള്ള, വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ കുട്ടി സ്വമേധയാ ഉണ്ടാക്കി ഛർദ്ദിക്കുകയാണ്. സാധാരണഗതിയിൽ ഛർദി വരുന്നത് പത്തോളജിക്കൽ എന്തെങ്കിലും കാരണങ്ങൾ വരുമ്പോൾ, അതല്ല എങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഫോറിൻ ബോഡീസ് എന്തെങ്കിലും, ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കടന്നു കൂടുമ്പോഴാണ് നമ്മൾ ഛർദ്ദിക്കുക. അതെന്ന് പറഞ്ഞാൽ ശരീരം തന്നെ ഉണ്ടാക്കുന്നതാണ്. തലച്ചോറിൽ നിന്നും മെസ്സേജ് പാസ് ചെയ്ത് ആമാശയം തന്നെ ഉണ്ടാക്കുന്ന പ്രവർത്തനമായതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ സെൽഫ് ഇൻഡ്യൂസിങ് ഛർദികളാവുമ്പോൾ, നമ്മൾ സ്വമേധയാ ഉണ്ടാക്കുന്ന ഛർദികളാവുമ്പോൾ അത് നമ്മുടെ ആമാശയത്തിനെ ബാധിക്കും. അത് വയറിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. ഇപ്പോൾ സംഭവിച്ചത്, ഇങ്ങനെ ഉണ്ടാക്കി ഛർദിച്ച് ആ കുട്ടിക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് ഛർദി വന്നു പോവാണ്. ഭക്ഷണം വയറ്റിലെത്തുമ്പോഴത്തേന് ഛർദിക്കാൻ തോന്നുകയാണ്. നോക്കൂ, ഒരാളുടെ മുന്നിലും ഈ കുട്ടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കാത്ത, ആ കുട്ടി പറയാൻ ഇഷ്ടപ്പെടാത്ത ആ കുട്ടിയുടെ ഇരുണ്ട നാളുകളായിരുന്നു അവ. ഒരുപാട് സമയമെടുത്ത്, ഒരുപാട് കഷ്ടപ്പാടിനൊടുവിലാണ് അവളത് തുറന്നു പറഞ്ഞത്. തുറന്നു പറയുമ്പോൾ മാത്രമേ അവളുടെ അസുഖം മാറുള്ളൂ, അത് മാറ്റിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് ഒരു കാരണമാണ് എങ്കിൽ ഇതുപോലെയുള്ള അനവധി അനുഭവങ്ങളാണ് മുൻപിൽ ഉണ്ടാവാറുള്ളത്. ഈ കാരണങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മക്കൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പോയി വീണു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചതിക്കുഴിയിൽ പെട്ടുപോയി എന്ന് ചോദിക്കുമ്പോൾ അവസാനം അവർ വിരൽ ചൂണ്ടാറുള്ളത് അവരുടെ കുടുംബങ്ങളിലേക്കാണ്, അവരുടെ ഫാമിലിയിലേക്കാണ്. ആരാണോ അവൾക്കു വേണ്ടി, അവനു വേണ്ടി, അവളെക്കാളും അവനേക്കാളും കരയുന്നത്,
ആരാണോ അവനു വേണ്ടി അവൾക്കു വേണ്ടി അവരെക്കാളും വിഷമിക്കുന്നത്, ആരാണോ അവർക്കു വേണ്ടി അവരെക്കാളും യാതന അനുഭവിക്കുന്നത്, അതേ മാതാപിതാക്കളിലേക്ക് ഇങ്ങനെ വിരൽ ചൂണ്ടപ്പെടുമ്പോൾ ദുഃഖമാണ് ഉള്ളിൽ തോന്നാറുള്ളത്. കാരണം ഞാനും ഒരു ഉമ്മയാണ്. നാളെ എൻ്റെ മക്കളും എന്നിലേക്ക് വിരൽ ചൂണ്ടാതിരിക്കാൻ ഞാൻ എന്തു ചെയ്യണം? ഞങ്ങൾ എങ്ങനെയാവരുത് എന്ന വലിയ പാഠമാണ് ഓരോ ദിവസവും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുള്ളത്. അതിന് നൽകേണ്ടത് മറ്റൊന്നുമല്ല, സ്നേഹമുള്ള കുടുംബാന്തരീക്ഷമാണ്. ഓർക്കുക, ആ അന്തരീക്ഷം നൽകിയിട്ടില്ല എങ്കിൽ പഴയ കാലഘട്ടത്തിൽ ഇപ്രകാരം തട്ടിയും മുട്ടിയും ഇരുന്നുവെങ്കിലും നമുക്ക് മുൻപിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. വിവാഹപ്രായം എത്തുമ്പോൾ വിവാഹം കഴിക്കുക, 18 വയസ്സ് കഴിഞ്ഞാൽ, 21 വയസ്സ് കഴിഞ്ഞാൽ, പഠനം കഴിഞ്ഞാൽ, ജോലിയായി കഴിഞ്ഞാൽ വിവാഹം എന്ന് പറയുന്ന ജീവിതത്തിൻ്റെ മനോഹരമായ മറ്റൊരവസ്ഥയിലേക്ക് കാലെടുത്ത് വെക്കുക എന്നത് മാത്രമായിരുന്നു നമുക്ക് മുൻപിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ. വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ 15 വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ ഉമ്മൂമ്മയുണ്ട്, എടവണ്ണ എ ജമീല ടീച്ചർ. ഉമ്മൂമ്മ എഴുതിയ വരികളാണ്: എന്തിനാണ് പൊന്നിലങ്ങി പൂവണിഞ്ഞ് നിൽക്കണ്, എപ്പോഴാണ് കാറ്റ് വന്ന് താലി നിന്നെ കെട്ടണ്, ലല്ലലല്ലം ലാലലല്ലം ആടിടും തെങ്ങോലയിൽ താളമിട്ട് മേളമിട്ട് പൂങ്കുയില് പാടണ താമരപ്പൂ മാരനെന്തേ ഇത്ര താമസിക്കണ. ഈ വരികള് സ്ത്രീധനക്കുറവ് മൂലം മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്ത ഒരു പെൺകുട്ടി അവളുടെ യാതനകളായി പാടുന്ന വരികളാണ്. സ്ത്രീധനം കൊടുക്കാൻ ബാപ്പാൻ്റെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ മംഗല്യ സൗഭാഗ്യം ലഭിക്കാത്ത ഒരു പെൺകുട്ടിയുടെ രോദനമാണ് എങ്കിൽ 15 വർഷം മുൻപേ ഞാൻ ആലപിച്ച ഈ വരികൾ ഇന്നൊരു പക്ഷേ സ്റ്റേജുകളിൽ ആലപിക്കപ്പെടുകയാണ് എങ്കിൽ കളിയാക്കി ചിരിക്കും. കാരണം എന്താ? ഇതിൻ്റെ അവസാന വരികൾ എന്തായിരുന്നു? താമരപ്പൂ മാരൻ എന്തേ ഇത്ര താമസിക്കണു. ആർക്കാണ് അല്ലെ താമരപ്പൂ മാരനെ വേണ്ടത്? ആർക്കാ വേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അന്ന് താമരപ്പൂ മാരനെ വേണമായിരുന്നു. വിവാഹം എന്ന് പറയുന്ന ആ കർമ്മം പവിത്രമായി കൊണ്ട് അതിൻ്റെ മനോഹാരിത ആസ്വദിക്കാൻ നാം കാത്തിരിക്കുന്ന ദിവസങ്ങളായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് മുൻപിൽ ഓപ്ഷൻസ് നിരവധിയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഓപ്ഷൻസ് വരൂലേ? നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം അല്ലേ? എന്ത് ചൂസ് ചെയ്യാന്ന്? +2 +1 +2 ഏത് സ്ട്രീം വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം അല്ലേ? വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വേണോ, ഹയർ സെക്കൻഡറി വേണോ, ഏത് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. +2 കഴിഞ്ഞാലും വിദ്യാഭ്യാസ മേഖലയിൽ അനവധി ഓപ്ഷൻസ് ആണ്. അതുപോലെ അലോട്ട്മെന്റിന് കൊടുത്ത് ഇഷ്ടമുള്ള ഓപ്ഷൻസ് നാം തിരഞ്ഞെടുക്കുന്നത് പോലെ ജീവിതത്തിനും ഓപ്ഷൻസ് ഉണ്ട്. പണ്ട് തട്ടിമുട്ടി ഇരുന്നാലും അവിടെ സങ്കടം ഉണ്ടെങ്കിലും അവിടെ കനലെരിയുന്നുണ്ടെങ്കിലും ഉമ്മാന്റെ വിധി ഇപ്രകാരമായല്ലോ എന്ന് ഉമ്മ ഇങ്ങനെ അടുക്കളയിൽ കടന്ന് ഗദ്ഗദം പറയുന്നുണ്ടെങ്കിലും കരയുന്നുണ്ടെങ്കിലും ഉപ്പയുടെ ജീവിതം അന്നത്തോടുകൂടി ആ നിക്കാഹ് ദിവസത്തോടുകൂടി ഇല്ലാതെയായല്ലോ എന്ന് ഉപ്പ ഇങ്ങനെ മന്ത്രിക്കുമ്പോഴും മക്കൾക്ക് മുൻപിൽ എന്തൊക്കെ പറഞ്ഞാലും കെട്ടല്ല എന്ന് നിവൃത്തില്ല എന്നുള്ളതായിരുന്നു മുമ്പിലുണ്ടായിരുന്നത് അല്ലേ? എന്ത് വന്നാലും വിവാഹം കഴിക്കുക എന്നത് മാത്രമായിരുന്നു ഓപ്ഷൻസ്. കാലം മാറി. നേരത്തെ പറഞ്ഞ കാലത്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും റോബോട്ടുകളുടെയും മെറ്റാവേഴ്സിൻ്റെയും കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, ഇവിടെ വിവാഹം കഴിക്കണമെന്നില്ല. ആണും പെണ്ണും തമ്മിലുള്ള വിവാഹമൊക്കെ കലാഹരണപ്പെട്ടു പോയി. നാം ഓർക്കേണ്ടതുണ്ട്, എന്തിന് സ്ത്രീ അടിമത്തത്തിലേക്ക് പോവണം? എന്തിന് പുരുഷന്മാരുടെ മേധാവിത്വത്തിലേക്ക് നാം വഴുതി വീഴണം? ചിന്തിക്കുകയാണ് നമ്മുടെ മക്കള്. കാരണം ഇവിടെ ലെസ്ബിയനിസം ഉണ്ട്, മനോഹരമായ ഗേയിസം ഉണ്ട്, ഇവിടെ ലിവിങ് ടുഗദറും ഡേറ്റിങ്ങും ഉണ്ട്, ഇവിടെ ഹോമോസെക്ഷുവാലിറ്റിയും ബൈസെക്ഷുവാലിറ്റിയും ഉണ്ട്, ഇവിടെ ജെൻഡർ ഈക്വാലിറ്റിയും അതിനേക്കാൾ ടോക്സിക് ആയിട്ടുള്ള ജെൻഡർ ന്യൂട്രാലിറ്റിയും ഉണ്ട്, ഇവിടെ ലിബറലിസം ഉണ്ട്. എന്ത് രസാന്നറിയോ?
അല്ലേ? 9 സാധനങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഒരുപക്ഷെ നമുക്ക് ഇത് വെറും വാക്കുകളായിരിക്കാം, നമുക്ക് വെറും ടെർമിനോളജീസ് ആയിരിക്കാം. നമുക്കൊരു പക്ഷേ തെറ്റാതെ ഉച്ചരിക്കണമെങ്കിൽ 10ഓ 15ഓ തവണ ഇമ്പോസിഷൻ എഴുതേണ്ടി വരും. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ നാളെയുടെ വാഗ്ദാനമായ നാം ഇങ്ങനെ സ്വപ്നം കണ്ട് കിനാവുകൾ കണ്ട് ആഗ്രഹിച്ച് പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കുന്ന നമ്മുടെ പൊന്നോമന മക്കൾ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണികൾ, നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങൾ, നമ്മുടെ മാണിക്യ കല്ലുകൾ, അവരുടെ ജീവിത രീതിയാണ് ഇത്. അവർക്ക് വെറും ടെർമിനോളജീസ് അല്ല, അവർക്ക് വെറും വാക്കുകളല്ല, അവരിതിൻ്റെ വക്താക്കളാണ് എന്ന് നാം ഓരോരുത്തരും അറിയേണ്ടതുണ്ട്. അവരെ ഇത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. ഹൈസ്കൂൾ മുതൽ, ഒരു വേള UP ക്ലാസ്സുകൾ മുതൽ അവരെ പഠിപ്പിക്കുകയാണ്, അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി? നമ്മൾ നേരത്തെ സംസാരിച്ചു. എന്താണ് ജെൻഡർ ഈക്വാലിറ്റി? എന്താ ജെൻഡർ ഈക്വാലിറ്റി? പെരുവള്ളൂരാരെ എങ്ങളൊന്ന് ഉഷാറായി കാണി. എന്താ ജെൻഡർ ഈക്വാലിറ്റി? ലിംഗ സമത്വം അല്ലേ? ലിംഗസമത്വം എന്ന് പറഞ്ഞാൽ ആണിനും പെണ്ണിനും തുല്യ അവകാശം വേണം. ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട്. നാം മനുഷ്യർ ഓരോരുത്തരും തുല്യ അവകാശത്തോടു കൂടി ജനിച്ചവരാണ്. അത് തന്നെയാണ് ഇസ്ലാം കാണിക്കുന്ന വിവാഹത്തിൻ്റെ മാതൃക. നേരത്തെ പറഞ്ഞു, ഇണകളോടാണ് ആനന്ദിക്കാൻ പറയുന്നത്. ആണിനോടും പെണ്ണിനോടും രണ്ടുപേരോടും ഒരുമിച്ചാണ് ആഹ്ലാദിക്കാൻ പറയുന്നത്. രണ്ടുപേരോടും ഒരുമിച്ചാണ് സംതൃപ്തി അടയുവാൻ പറയുന്നത്. ഇതിനപ്പുറം ജെൻഡർ ഈക്വാലിറ്റിക്ക് വേറെ എവിടെ പോകണം? അല്ലേ? ഇന്ന് സ്വത്ത് ഭാഗം വെക്കുമ്പോൾ ആലോചിക്കാം, നമുക്ക് സ്വത്ത് എങ്ങനെയാ പെരുവള്ളൂരാരൊക്കെ ഭാഗം വെക്കല്? ഇവിടെ ഭാഗം വെക്കലില്ലേ? എന്തേ? എൻ്റെ ജെൻഡർ ഈക്വാലിറ്റി. സ്വത്ത് ഭാഗം വെക്കണില്ല, എവിടെ ജെൻഡർ ഈക്വാലിറ്റി എന്ന് ചോദിച്ചവരുണ്ട്. ഒരിക്കലൊരു സദസ്സിലെ ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ്, ആണുങ്ങൾ ചോദിക്കൂലല്ലോ, കാരണം എന്താ, ഓൾക്ക് പരാതി ഉണ്ടാവോ? നമ്മളെക്കാൾ ഒരു ഇരട്ടി ഓൾക്ക് കൊടുക്കണില്ലേ? പരാതി ഉണ്ടാവും ഉണ്ണിയാളെ. എന്തൊക്കെ പറഞ്ഞാലും, ഈ സമത്വത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചാലും, നാളെ ഭാഗം വെപ്പുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓടൂല്ലേ ആധാർ ഓഫീസിക്ക്? ഇല്ലേ? ഒപ്പ് വെക്കാൻ ഓടും. ഒപ്പ് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുണ്ടാവും ഒരു നിരാശ. എന്താപ്പ കാട്ടുക, പകുതിയല്ലേ ഉള്ളൂ. എന്താപ്പ കാട്ടുക, പകുതിയല്ലേ ഉള്ളൂന്ന്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? വിളേജ് ഇങ്ങനെ പരസ്യമായി ചോദിച്ചപ്പോൾ എങ്ങനെ അതൊക്കെ പറയാ? ഇവിടെയാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പരസ്യമായി പറയേണ്ട കാര്യം ഉള്ളിൽ ഒതുക്കുക എന്നല്ലാതെ ഇപ്പം എന്തേലും ചെയ്യാൻ പറ്റുമോ? എൻ്റെ ആങ്ങളൊക്കെ കൊടുക്കണതിൻ്റെ പകുതിയല്ലേ എനിക്ക് കിട്ടണുള്ളൂ, ഇല്ലേ? ഓർക്ക് നമ്മളെക്കാൾ ഒരു ഇരട്ടി കിട്ടണില്ലേ? എന്ത് ഇക്വാലിറ്റി അവിടെ നടക്കണത്? നമുക്ക് നോക്കാല്ലേ? സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇക്വാലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മതത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന, എൻ്റേതെന്ന് ഞാൻ ഇങ്ങനെ ഓരോ നിമിഷവും പറയുന്ന എൻ്റെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. നോക്കൂ, പുരുഷന് സ്ത്രീയേക്കാളും ഒരു ഇരട്ടി ഏറെ കൊടുക്കുന്നുവെങ്കിൽ വീണ്ടും പരിശുദ്ധ ഇസ്ലാം മതം പറയുകയാണ് പുരുഷൻ്റെയും സ്ത്രീയുടെയും ബാധ്യതകളെക്കുറിച്ച്. പുരുഷന്മാര് അവർക്ക് നമ്മേക്കാൾ ഒരു ഇരട്ടി ഏറെ കൊടുക്കുന്നതോടൊപ്പം ബാധ്യതകൾ കൂടി ഏൽപ്പിക്കുകയാണ്. അവന് നൽകുന്ന സ്വത്ത്, അവന് നൽകുന്ന സമ്പത്തിൽ നിന്നും അവൻ്റെ മാതാപിതാക്കളെ അവൻ പരിചരിക്കേണ്ടതുണ്ട്. അവൻ്റെ ഭാര്യ സന്താനങ്ങൾ, അവൻ്റെ ഭാര്യയെയും മക്കളെയും അവൻ പരിപാലിക്കേണ്ടതുണ്ട്. തീർന്നിട്ടില്ല, അവൻ്റെ വീട്ടിൽ വിവാഹിതയാവാതെ ഇരിക്കുന്ന പെങ്ങന്മാരെ അവൻ പരിപാലിക്കേണ്ടതുണ്ട്. കഴിഞ്ഞിട്ടില്ലയാളെ, ഇനി കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സായി പിരിഞ്ഞ് വീട്ടിൽ വന്ന് കഴിയുന്ന പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെയും ഒരു നോക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കൊരിരട്ടി വേണ്ടാന്ന് ഓല് പറയാം. അതൊക്കെ കൂടെ കേട്ടപ്പോൾ ഞങ്ങൾക്കൊരിരട്ടി വേണ്ട വിളയെന്ന്. നമുക്ക് കിട്ടുന്ന ആ പകുതി ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്നതിൻ്റെ പകുതി, പൊന്നാര പെരുവള്ളൂരാരെ, അതിൽ നിന്നും ഒരു കടലമുട്ടായി പോലും വാങ്ങി തിന്നാനുള്ള ബാധ്യത എനിക്കില്ല. എനിക്ക് കടലമുട്ടായി ആര് വാങ്ങിത്തരണം? എൻ്റെ നൗഷാദക്ക വാങ്ങിത്തരണം. അത് നൗഷാദക്കാൻ്റെ ബാധ്യതയാണ്. നമുക്ക് ആരാ കടലമുട്ടായി വാങ്ങിത്തരേണ്ടത്? നൗഷാദക്ക് എനിക്ക് മാത്രം. നിങ്ങൾക്ക് നിങ്ങളെ ഇണങ്ങളാണ് വാങ്ങിത്തരേണ്ടത്, അങ്ങനെയല്ലേ? നൗഷാദക്ക് നിങ്ങൾക്കൊക്കെ കൂടെ കടലമുട്ടായി വാങ്ങി ഇവിടെ എത്രങ്ങാനും മനുഷ്യന്മാരിവിടെ നടക്കൂല.
അപ്പോൾ എനിക്ക് എൻ്റെ നൗഷാദക്കെയാണ് കടലമിഠായി വാങ്ങി തരേണ്ടത് എങ്കിൽ ആ പൈസയിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന സമ്പത്തിൽ നിന്നും ഒരംശം പോലും ഞാൻ എനിക്ക് ചിലവഴിക്കേണ്ട ബാധ്യതയില്ല എങ്കിൽ ഓർത്തു നോക്കൂ, ഇത് തന്നെയല്ലേ ഇക്വാലിറ്റി? എൻ്റെ സമ്പാദ്യത്തിൽ നിന്നും എൻ്റെ പണത്തിൽ നിന്നും എൻ്റെ സംതൃപ്തി ഇല്ലാതെ, എൻ്റെ സമ്മതമില്ലാതെ, എൻ്റെ ഇണക്കവും പൊരുത്തവും ഇല്ലാതെ ഒരു രൂപ പോലും എൻ്റെ ഇണ എടുക്കുകയാണ് എങ്കിൽ ആ ഭക്ഷണം ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം. ഇന്ന് കുടുംബം കലം കൊണ്ടയാളെ അല്ലേ? എത്ര പൊന്നും കൊണ്ടാ ഞാൻ വന്നത് പൊരേക്ക് ഇല്ലേ? എൻ്റെ വാപ്പ എത്ര പൊന്ന് പോയി കച്ചറ ഉണ്ടാക്കരുതിട്ടാ. ഞാൻ പറയുന്ന പല കാര്യങ്ങളും നമ്മളുടെ കുടുംബവുമായി അഭേദ്യമായ ബന്ധം നമുക്ക് തോന്നിയേക്കാം, തികച്ചും യാദൃശ്ചിക മാത്രമാണ്. എൻ്റെ കുട്ടികളും എൻ്റെ ഇണയ്ക്ക് എന്നോട് കാത്തുക്കണുണ്ട്, എനിക്ക് പോണട്ടാ. നോക്കൂ, ഇവിടെ ഇക്വാലിറ്റിയെ ഇത്ര മനോഹരമായി നമുക്ക് മുൻപിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ് പരിശുദ്ധ ഇസ്ലാം മതം. അത്ര പോലും അതാണ് ജെൻഡർ ഈക്വാലിറ്റി. ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതുപോലും, നമ്മളൊക്കെ പറയുന്നുണ്ട്, നമ്മളെ കുട്ടികൾ നല്ല മാർക്കൊക്കെ വാങ്ങി വന്നാൽ, സമ്മാനമൊക്കെ വാങ്ങി വന്നാൽ നമ്മൾ പെണ്ണുങ്ങൾ സാധാരണ പറയില്ലേ, നോക്കിയാണ് നിങ്ങൾ എൻ്റെ കുട്ടി അതെന്ന് ഇല്ലേ, നോക്കിയാണ് നിങ്ങൾ എൻ്റെ കുട്ടിയാണിത് എന്ന് പറയും. നമ്മൾ പറഞ്ഞതിൻ്റെ മുമ്പ് മൂപ്പര് പറയും നോക്കിയാടി എൻ്റെ കുട്ടി അതെന്ന്. കുരുത്തക്കേട് കാണിച്ചാലോ നിങ്ങളതല്ലേ, പിന്നെ എങ്ങനെയാന്ന് പറയും. മൂപ്പര് പറയും അൻ്റെതല്ലേ, എന്നെ പോയാൽ മതി പാരൻസ് മീറ്റിങ്ങിന്. നോക്കൂ, അതിനുപോലുമില്ല അവകാശമില്ല. നന്മ കാണുമ്പോൾ എൻ്റേതാണെന്ന് പറഞ്ഞ് അവകാശം പറയുവാനും, തിന്മ കാണുമ്പോൾ നിൻ്റേതാണെന്ന് പറഞ്ഞ് പഴിചാരുവാനുമുള്ള അവകാശം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു യുക്തിമാനും നീതിമാനുമാണ്. 23 ക്രോമസോം ഉമ്മയിൽ നിന്നും 23 തന്നെ ക്രോമസോം ഉപ്പയിൽ നിന്നും എടുത്തുകൊണ്ട് ജെൻഡർ ഈക്വാലിറ്റിയെ ഇങ്ങനെ വ്യക്തമായി നമുക്ക് മുൻപിൽ കാണിച്ചു തന്നുകൊണ്ട് സൃഷ്ടിക്കപ്പെടുകയാണ് ഓരോ മനുഷ്യനും. സുബ്ഹാനല്ലാഹ്. എന്നാൽ ജെൻഡർ ന്യൂട്രാലിറ്റി അതല്ല കേട്ടോ. ഈക്വലായി കൊടുക്കാൻ എളുപ്പാ. ഒരു ആപ്പിൾ കിട്ടിയാൽ അതിനെ മുറിച്ചങ്ങോട്ട് കൊടുത്താൽ മതി, എളുപ്പാ. പക്ഷേ ജെൻഡർ ന്യൂട്രാലിറ്റി അതല്ല. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന, +1ലും +2ലും പഠിക്കുന്ന നമ്മുടെ മക്കൾക്ക് അവരുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റി. എന്താ? ഞാനിപ്പോൾ പറയാണ്, ഡോക്ടർ ഫർഹാൻ നൗഷാദ് ഇപ്പൊ മുതലേ ആണാണ് എന്ന്. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റൂലട്ടാ. ഇവിടെ അടുത്ത് വരുന്ന പോലീസ് സ്റ്റേഷനിൽ പോയി എനിക്ക് കംപ്ലൈൻറ്റ് കൊടുത്താൽ പോലീസുകാരിൻ്റെ ഒപ്പം ഉണ്ടാവും, നിങ്ങളെയൊക്കെ കൊണ്ടുപോയി ജയിലിക്കിടും. ഇനി എൻ്റെ ഉമ്മയും ഉപ്പയും ഇവിടെ വന്നിട്ട് പറയാം, അല്ല അമ്മാൻ്റെ മോളെ ഈ മോളല്ലേ എന്ന് പറയാന്ന് കൂട്ടിക്കോളി. പറ്റൂല. എനിക്ക് തോന്നുകയാണ് ഞാനിപ്പോൾ ആണാണ് എന്ന് തോന്നിയാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാനാണ് നമ്മുടെ ഭരണകൂടം, നമ്മുടെ നിയമം പറയുന്നത് എങ്കിൽ വല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ പറയാ, നമ്മൾ ആൺകുട്ടികൾ വന്ന് പറയും, അമ്മ നാളെ മുതൽ ഞാൻ മോളാണ് കേട്ടോ എന്ന്. ഇന്ന് രാത്രി വരെ മോനേന്ന് വിളിച്ച കുട്ടീനെ നാളെ രാവിലെ മുതൽ മോളേന്ന് വിളിക്കേണ്ട അവസ്ഥ നാം ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരം മുഴുവൻ ഇങ്ങനെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് പെണ്ണാണോ ആണാണോ എന്ന്. എൻ്റെ സെല്ലുകൾ ഈ മൈക്കിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന എൻ്റെ ഓരോ സെല്ലുകളും എടുത്ത് പരിശോധിച്ചാൽ വ്യക്തമാണ് ഞാൻ ആണാണോ അതോ പെണ്ണാണോ എന്ന്. എങ്കിലും എൻ്റെ ചിന്ത ആണാണ് എങ്കിൽ അതിനെ അംഗീകരിച്ചു കൊടുക്കുവാൻ പറയുന്ന നിയമവ്യവസ്ഥ, അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറയുന്ന സാമൂഹിക വ്യവസ്ഥയിലേക്ക് എത്തുമ്പോഴത്തിന് നാം ഓർക്കേണ്ടതുണ്ട്. അതിനെ പിടിച്ചു നിർത്താൻ, അതൊരു മാനസിക രോഗമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുവാൻ നാം അല്ലാതെ മറ്റാരുമില്ല. മറ്റാർക്കും അതൊരു പ്രശ്നമേ അല്ല. നാം ചിന്തിക്കേണ്ടതുണ്ട്. മറ്റാർക്കും ഹലാലും ഹറാമുമില്ല. മറ്റാർക്കും ഹലാലും ഹറാമുമില്ല. ലെസ്ബിയനിസത്തിലേക്ക് പോവുകയാണ്. എത്രയെത്ര കേസുകളാണെന്നറിയോ? പെൺകുട്ടിയും തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്ലിനിക്കിലേക്ക് വരാറുള്ളത് നാം കാണാറുണ്ടാവും. ഒരുപക്ഷെ പത്രത്താളുകളിലും ന്യൂസ് പേപ്പറുകളിലും വാർത്തകളിലും സോഷ്യൽ മീഡിയാസിലൊക്കെ കാണാറുണ്ടാവും. പക്ഷേ നമ്മുടെ അരികിലെത്തി എൻ്റെ ക്ലിനിക്കിൽ വരുന്നത് പാകിസ്ഥാനിലും ചൈനയിലുള്ള കേസുകളൊന്നുമല്ല, ഇവിടെയുള്ള നമ്മുടെ നാടുകളിലുള്ള കേസുകളാണ്. ഒരു വേള കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കൾക്ക് പോലും മനസ്സിലാകാറില്ല ഇതാ രൂപത്തിൽ പോയതാണോന്ന്. എൻ്റെ കുട്ടി ഗേ ആയതാണോ,
എൻ്റെ കുട്ടി ആൺകുട്ടിയും തമ്മിൽ വിവാഹിതനാവാൻ ആഗ്രഹിച്ചിട്ടാണോ അവൻ വരുന്നത്? എൻ്റെ കുട്ടി വിവാഹം വേണ്ട എന്ന് പറയുന്നത് ഈ ലെസ്ബിയനിസത്തെ ആഗ്രഹിച്ചുകൊണ്ടാണോ, ഈ ഹോമോസെക്ഷുവാലിറ്റി ആഗ്രഹിച്ചത് കൊണ്ടാണോ എന്ന് മാതാപിതാക്കൾക്ക് പോലും മനസ്സിലാകുന്നില്ല എങ്കിൽ നാം ഓർക്കേണ്ടതുണ്ട്, വീടിനകത്തും സമാധാനം നൽകിയിട്ടില്ല എങ്കിൽ പുറത്തുള്ള ഈ ആകർഷണീയതകളിലേക്ക് അവർ വഴിതെറ്റി വീഴുന്നതിൽ ആരെ കുറ്റപ്പെടുത്താൻ പറ്റും? ഇതൊക്കെയാണ് അവർക്ക് മുൻപിലുള്ള ഓപ്ഷൻസ്. കല്യാണം കഴിച്ച് എന്തിന് ഭാരമേൽക്കണമെന്ന് മക്കൾ ചോദിക്കുമ്പോൾ ചോദിക്കാനുള്ള കാരണം എന്താ? അവരുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുന്നില്ല, ആനന്ദിക്കുന്നത് കാണുന്നില്ല. ഉമ്മ ഗദ്ഗതം പറയുകയാണ്, ഉമ്മ കരയുകയാണ്, ഉമ്മാന്റെ ജീവിതം എങ്ങനെയായല്ലോ. ഉപ്പ കഷ്ടപ്പെടുകയാണ്, ഉമ്മയിൽ നിന്നും സന്തോഷവും സമാധാനവും ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ഉപ്പയെ കാണുകയാണ് മക്കള്. എങ്ങനെ വിവാഹത്തെ ഇഷ്ടപ്പെടും? അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമല്ല. മനോഹരമായ കുടുംബജീവിതം പരിശുദ്ധ ഇസ്ലാം അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് പറയുമ്പോൾ കുട്ടികൾ പറയൽ എന്താണെന്നറിയോ? അത് ഇസ്ലാമിലല്ലേ ഡോക്ടറെ, ജീവിതത്തിലല്ലല്ലോ എന്ന്. എന്നാൽ ജീവിതാനുഭവങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പം അവർ തിരിച്ചു ചോദിക്കും, അത് ഡോക്ടർ അനുഭവം അല്ലേ ഡോക്ടർ, എൻ്റെ അനുഭവം അല്ലല്ലോ എന്ന്. അതാണ്, എല്ലാവർക്കും അവരവരുടെ അനുഭവങ്ങളാണ് മികച്ചത്. എനിക്ക് എൻ്റെ അനുഭവമാണ് മികച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമ്മുടെ മക്കൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലുത്, ഏറ്റവും മികച്ചത്. അത് ഏറ്റവും നല്ലതാകുമ്പോഴേ അവരതിനെ മാതൃകകളാക്കുകയുള്ളൂ. എൻ്റെ അനുഭവം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഇസ്ലാമിൻ്റെ മാതൃക വീടുകളിൽ മാതൃകകളാക്കി മാറ്റാൻ സാധിക്കുമ്പോൾ നമ്മുടെ മക്കൾ അത് കണ്ടുപഠിക്കും. അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു. നിങ്ങളെ ഒന്നും അറിയാത്തവനായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞാൻ കണ്ണും കാതും ഹൃദയവും നൽകിയിരിക്കുന്നു എന്ന് ഖുർആൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ വർഷങ്ങൾക്കിപ്പുറം സയൻസ് വികസിക്കുകയാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് സ്റ്റഡി എന്ന് പറയുന്ന വിഭാഗം പറയുകയാണ്, മനുഷ്യൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് എന്ന്. ഈ ക്യാമറ നമുക്ക് മുൻപിൽ, നിങ്ങളുടെ മുൻപിലേക്ക് തിരിക്കപ്പെടുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഫോണെടുത്ത് ഫ്രണ്ട് ക്യാമറ ഓണാക്കൂലേ? ഫ്രണ്ട് ക്യാമറ ഓണാക്കണം എന്തിനാ? നമ്മളൊന്ന് നോക്കാൻ, തട്ടൊക്കെ ശരിയല്ലേ, മുഖമൊക്കെ ഭംഗിയില്ലേ, മൊഞ്ചില്ലേ എന്നൊക്കെ ഒന്ന് നോക്കി ഒന്ന് തുടച്ച് ക്ലീനാക്കി നമ്മൾ പോസ് ചെയ്യും. കാരണം എന്താ? വീഡിയോ എടുക്കാണ്. ആ വീഡിയോ നാളെയോ മറ്റന്നാളെയോ ഒക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വരും. അപ്പം നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കൂല്ലേ, എൻ്റെ കോലം എങ്ങനെയുണ്ട്. നമ്മൾ ഫോട്ടോ ഫോർവേഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കും. ഞാൻ ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫോർവേഡിങ്. തൊട്ടപ്പുറത്തുള്ള ആൾ ചിലപ്പോൾ ഒരു കണ്ണ് അടച്ച് ഒരു കണ്ണ് തുറന്നു നോക്കിയിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യൂലേ. നമ്മളെ മാത്രം സൂം ചെയ്ത് നോക്കിയിട്ട് ഫോർവേഡ് ചെയ്യൂലേ. പക്ഷെ ഉണ്ടല്ലോ, ഈ വീഡിയോസ് വരുമ്പോഴേ ആ വീഡിയോയിൽ നമ്മൾ കുറച്ചൊക്കെ മൊഞ്ചില്ലാണ്ട് നിന്നാലും നമുക്ക് മൊഞ്ചാക്കി മാറ്റാനുള്ള എഡിറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ജീവിക്കണതേ കുറേ ക്യാമറകളുടെ മുൻപിലാണ്. ഞാൻ ജീവിക്കുന്നത് 3 ക്യാമറകളുടെ മുൻപിലാണ്. 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു ക്യാമറയും 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു ക്യാമറയും LKG പഠിക്കുന്ന ഒരു കുഞ്ഞു ക്യാമറയും. ഈ 3 ക്യാമറകൾക്ക് മുൻപിലാണ് ഞാൻ ജീവിക്കുന്നത്. അവര് എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുക. എന്നെ കണ്ടും എന്നെ കേട്ടും എന്നെ അനുഭവിച്ചും എന്നെ ഉൾക്കൊണ്ടും കൊണ്ട് അവരിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ വീഡിയോകളെല്ലാം എൻ്റെ മുൻപിൽ പ്രദർശിപ്പിക്കുമ്പോൾ ആ വീഡിയോസ് അവരുടെ ജീവിതത്തിലൂടെ ഞാൻ ഇങ്ങനെ കാണേണ്ടി വരുമ്പോൾ അതിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടാവും. ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റൂല. ആ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായിരിക്കും എൻ്റെ മുൻപിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്നത്. ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് നമ്മുടെ മക്കളായി തീരുക. പറഞ്ഞു കൊടുക്കണ്ട, പകർന്നു കൊടുത്താൽ മതി. നല്ല മാതൃകയുള്ള ദമ്പതിമാരാവുക. ബന്ധങ്ങൾ ഊഷ്മളമാക്കേണ്ടത് എങ്ങനെയെന്ന് ഉത്തമമായ മാതൃക കാണിച്ചു തരുന്നില്ലേ പരിശുദ്ധ ഇസ്ലാം മതത്തില്? പരിശുദ്ധ ഇസ്ലാം മതത്തിൽ എങ്ങനെയാവണം ഇണകൾ, പുരുഷനും സ്ത്രീയും ഏറ്റവും നല്ല ദമ്പതിമാരെങ്ങനെയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിക്കപ്പെടുകയാണ്. മുത്ത് ഹബീബ് നൽകിയ മറുപടി സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓരോരുത്തരും ചാർട്ട് പേപ്പറിൽ എഴുതി വെക്കണം. ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ ഒട്ടിക്കുക, പിന്നെ ബെഡ്റൂമിൽ ഒട്ടിക്കുക, ഡൈനിങ് ഹാളിൽ ഒട്ടിക്കുക, പറ്റുമെങ്കിൽ ബാത്റൂമിൽ ഒട്ടിക്കണം. കാരണം എന്തിനാ ബാത്റൂമിൽ ഒട്ടിക്കണത്?
പെരുവള്ളൂരാരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കൽ എവിടെയാ? ബാത്റൂമിലല്ലേ? കാരണം എന്താ? ബാത്റൂമിൽ പോകുമ്പോ ആരെയും കൂടെ കൊണ്ടാ നമ്മൾ പോവാ? പെരുവള്ളൂരാർ അങ്ങനെയല്ല. ഞങ്ങൾ ഫോണൊന്നും കൊണ്ടുപോകലേ ഇല്ലാന്ന് ചോദിക്കണതിന്റെ മുൻപ് തന്നെ അവർക്ക് മനസ്സിലായി ഫോണും കൊണ്ടാ പോവല്ലേന്ന്. ഇല്ലേ? ഫോണും കൊണ്ടാ ബാത്റൂമിൽ പോവാ. സ്വാഭാവികമായിട്ട് കുറേ സമയം അതിൻ്റെ ഉള്ളിൽ ചെലവഴിക്കേണ്ടി വരും. മൊബൈലും കൊണ്ട് ബാത്റൂമിൽ പോയാൽ ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്ത് പറഞ്ഞു തരട്ടെ? വേണമെങ്കിൽ കേട്ടാ മതി. പറയണാ? പരദൂഷണം കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഇല്ലേ? നോക്കൂ, നിങ്ങൾ ഒരിക്കലേ ബാത്റൂമിൽ ഇതുപോലെ എല്ലാവരും ബാത്റൂമിൽ ഫോണും കൊണ്ട് കയറുകയാണല്ലോ. അങ്ങനെ ഫോണും കൊണ്ട് കയറിയതാ. അങ്ങനെ ഫോണും കൊണ്ട് കയറി വോയിസ് മെസ്സേജ് വാട്സപ്പൊക്കെ തുറന്ന് വോയിസ് മെസ്സേജ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഈ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്ത് കുറച്ച് സമയം കേട്ട് ഉടനെ എന്ത് ചെയ്തു? വോയിസ് സ്റ്റോപ്പായി. ഇയാൾ എന്ത് ചെയ്തു? വീണ്ടും ഓണാക്കി. അത് വീണ്ടും സ്റ്റോപ്പായി. വീണ്ടും ഓണാക്കി, വീണ്ടും സ്റ്റോപ്പായി. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓണാക്കിയും ഓഫാക്കിയും ഓണാക്കിയും ഓഫാക്കിയും വോയിസ് മെസ്സേജ് ഒക്കെ കഷ്ടപ്പെട്ട് കേട്ട് തീർത്ത്. ഇങ്ങനെ ഒരു 10-20 വോയിസ് മെസ്സേജൊക്കെ കേട്ട് കഴിഞ്ഞ് ഫോണിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോണ്ട് എയർപോഡ് ഈസ് കണക്റ്റഡ്. എന്തേനു? എയർപോഡ് ഈസ് കണക്റ്റഡ്. നമ്മളെ ചെവിയിൽ വെക്കണ വള്ളിയില്ലാത്ത സാധനല്ലേ, ഹെഡ്സെറ്റ്, വള്ളിയില്ലാത്ത, അത് കണക്റ്റ് ആയിക്കണമല്ലോ. അപ്പം അതാരെ കണക്റ്റ് ആക്കി? മൂപ്പര് ഫോണ് മാത്രം എടുത്താ ബാത്റൂമിൽ കയറിയത്. എയർപോഡ് എവിടെയാണ്? ബാത്റൂമിന്റെ പുറത്ത് ബെഡ്റൂമിലുള്ള ബെഡിലാണ് എയർപോഡ് ഉള്ളത്. ഓള് കയറി വന്ന് എയർപോഡ് തുറന്ന് മെല്ലെടുത്ത് ഓളെ ചെവിയിൽ വെച്ച് ആരേ വോയിസ് കേട്ടത്? രണ്ടാളും കൂടെ കേട്ടില്ലേ? നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല. അതിപ്പോ മഞ്ചേരി കുടുംബ കോടതിയിലാ. കൂട്ടിയാ കൂടൂല. ഓർക്കുക, ചിന്തിക്കുക, കുടുംബം തകരും. രണ്ടാമത്തത് സമാധാനം നഷ്ടപ്പെടും. മൂന്നാമത്തത് ആസ് എ മെഡിക്കൽ ഡോക്ടർ പറയാൻ പറ്റും, കോളനുമായി ബന്ധപ്പെട്ട, കോളൻ എന്ന് പറഞ്ഞാൽ വൻകുടൽ, ലാർജ് ഇൻറ്റസ്റ്റൈനുമായി ബന്ധപ്പെട്ട നിരവധി അസുഖങ്ങൾ ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ ആവാം, പൈൽസ് ആവാം, ഫിഷറോ ഫിസ്റ്റുലയോ ആവാം, കോളൻ ക്യാൻസർ ആവാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. ഈ ശാസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത്, ഒരു മൊബൈൽ ഫോണും ഒരു എയർപോഡും കണ്ടുപിടിക്കാത്ത കാലത്ത്, ഒരു മെഡിക്കൽ സയൻസിൻ്റെയും സഹായമില്ലാതെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞില്ലേ, ബാത്റൂം പിശാചിൻ്റെ ഇടമാണ്, അവിടെ അനാവശ്യമായി കൂടുതൽ സമയം ഇരിക്കാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം ഈസ് ആൻ ഐഡിയോളജി. പരിശുദ്ധ ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും ആരോഗ്യവാനായി ജീവിക്കാനുള്ള ഓരോ കുഞ്ഞുതും വലുതുമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ഐഡിയോളജിയാണ് പരിശുദ്ധ ഇസ്ലാം മതം എന്ന് മനസ്സിലാക്കുക. ആ ഇസ്ലാമിൻ്റെ സഹായമില്ലാതെ നമ്മുടെ മക്കൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ഹലാലും ഹറാമും എന്തെന്ന് കുഞ്ഞിലേ പഠിപ്പിച്ചു കൊടുക്കാതെ ഈ വഴിവിട്ട കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ വളർത്തുവാൻ സാധ്യമല്ല. ചിന്തിക്കുക, ഓർക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ ഇസ്ലാം മതം നൽകുന്ന മാതൃക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇവിടെ ഇണകളോട് പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും നല്ല ഭാര്യ, ഏറ്റവും നല്ല ഇണ അവനെ അനുസരിക്കുന്നവളാണ്. അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാണ്. അവൻ്റെ അഭാവത്തിൽ അവളുടെ ശരീരവും അവരുടെ സമ്പത്തിനെയും സംരക്ഷിക്കുന്നവളാണ്. അങ്ങനെയാണ് എങ്കിൽ സ്വർഗ പൂങ്കാവനത്തിൻ്റെ 8 കവാടങ്ങളിൽ അവൾക്ക് ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ അവൾക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ പുരുഷനോടും പറയുന്നുണ്ട്, നീ നിന്റെ സ്ത്രീയോട് ഏറ്റവും മനോഹരമായി പെരുമാറുക. നിന്റെ സ്ത്രീയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പുരുഷനോട് പറയുമ്പോൾ, പള്ളിക്കാർക്ക് മികച്ചവനായിട്ട് കാര്യമല്ല, നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് കാര്യമല്ല, സംഘടനയിലും പാർട്ടിയിലും ഏറ്റവും നല്ലവനോ മികച്ചവനോ മുതിർന്നവനോ ആയിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുത്ത് ഒടുവിൽ കയറി വരുന്ന ഒരിടമുണ്ട് അല്ലേ? ആ ഗേറ്റൊക്കെ കടന്ന്, ആ മതിലൊക്കെ കടന്ന് നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ആ വീടിനകത്തുള്ള തൻ്റെ ഇണയോട്, തൻ്റെ സ്ത്രീയോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്നവൻ ആരാണോ അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് പറയുമ്പോൾ
അവനെയാണ് അവളോട് അനുസരിക്കാൻ പറയുന്നത്. എങ്ങനെ അനുസരിക്കാതിരിക്കും? അവനെ എങ്ങനെ നമുക്ക് അനുസരിക്കാൻ കഴിയാതെ ഇരിക്കും? അവിടെയാണ് മവദ്ദത്ത്, കാരുണ്യം, സ്നേഹം എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്ന പവിത്രമായ ബന്ധം ഉടലെടുക്കുന്നത്. വീണ്ടും പറയുകയാണ്, നീ അവളിലേക്ക് നോക്കുമ്പോൾ നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ കാണുകയാണ് എങ്കിൽ നീ അവളിൽ ഒരു നല്ല സ്വഭാവമെങ്കിലും ഉണ്ടാവും. അതിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക എന്ന് പറയുമ്പോൾ പെരുവള്ളൂരും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങളെ നിലമ്പൂരും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടാവോ? ഈ രൂപത്തിൽ നമ്മൾ ഇണകളായിത്തീരുകയാണ് എങ്കിൽ എൻ്റെ ക്ലിനിക്കൊക്കെ അടച്ചു പൂട്ടൂലേ? സത്യത്തിൽ ഞാൻ എൻ്റെ കഞ്ഞിയിൽ പാറ്റിടുക അല്ലേ? ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കണാ? വേണ്ട. നിങ്ങളെന്താ ഒന്നിനും തയ്യാറാവാത്തത്? സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോന്നാ ആണോ? അല്ലേ, എൻ്റെ കഞ്ഞിയിൽ പാറ്റ വീണോട്ടെ, ഇനി ഞാൻ അങ്ങോട്ട് പട്ടിനെടുത്ത് മരിച്ചാലും വേണ്ടിയില്ല. നമ്മളെയൊക്കെ ബന്ധങ്ങൾ എങ്ങനെയാവണം? നമ്മുടെയൊക്കെ കുടുംബജീവിതം, ഞാനും എൻ്റെ ഇണയും, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇണകളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവുമ്പോൾ നീ അവളെ ശകാരിക്കുകയോ മക്കൾക്ക് മുൻപിൽ വെച്ച് അവളെ അടിക്കുക പോലും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇത്രയും ഉത്തമമായ ഒരു മാതൃക വേറെ എവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമായിരുന്നു പോലും, ഹബീബിന് എന്നോടുള്ള സ്നേഹം എപ്രകാരമാണെന്ന്. ഹബീബ് പറയും, അത് പിരിക്കപ്പെട്ട കയറ് പോലെയാണ്. എത്രയേറെ ആളുകൾ വിചാരിച്ചാലും അതിൻ്റെ പിരിയെ നിവർത്തുവാൻ സാധിക്കുകയില്ല. ആയിഷ ബീവിക്ക് സന്തോഷം വരികയാണ്. ബീവി റളിയല്ലാഹു അൻഹ ഇടയ്ക്കിടെ പിന്നെയും ചോദിക്കുമായിരുന്നു പോലും, അല്ലയോ ഹബീബ്, ആ കയറിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് എന്ന്. ഇന്ന് പുറേ ചെന്നിട്ട് എല്ലാവരും ഒന്ന് ചോദിച്ചു നോക്കട്ടോ, അല്ല കാക്ക, നമ്മളെ കയറിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. ഏത് കയറ് നോക്കൂലേ? അല്ലേ? ചോദിച്ചില്ലേ? ഒരിക്കൽ അവൻ അവളോട് ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, നിനക്കെൻ്റെ ഖദീജയായിക്കൂടേന്ന്, നിനക്കെൻ്റെ ഖദീജയായിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അവള് തിരിച്ചു ചോദിക്കുക, നിങ്ങൾക്ക് എൻ്റെ റസൂലാവാൻ പറ്റുമോ എന്ന്. മൂപ്പര് പറഞ്ഞു, അത്ര കഷ്ടപ്പെട്ട് നജ് ഖദീജ ആവണ്ട അല്ലേ? റസൂലാവാൻ കുറച്ച് പണിയാണോലോ, കുറച്ച് പ്രയാസ. ഈ പറഞ്ഞ മാതൃകകളെല്ലാം ജീവിതത്തിൽ ഇങ്ങനെ പ്രാവർത്തികമാക്കി മധുര മനോഹരമായ കുടുംബജീവിതം ഉണ്ടാക്കണമെങ്കിൽ ആദ്യത്തെ 2 കണ്ണികൾ അത് ദൃഢമാവുമാറാവട്ടെ. ആ 2 കണ്ണികളുടെ സ്നേഹം ഒരിക്കലും വറ്റാതിരിക്കുമാറാവട്ടെ. വിവാഹം കഴിക്കണമെന്ന് ലിവിങ് ടുഗദറും ഡേറ്റിങ്ങും എല്ലാം ഇങ്ങനെ കൊടികുത്തി വാഴുന്ന ഈ ലോകത്ത് ജീവിക്കുമ്പോഴും എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും വിവാഹ ജീവിതം കണ്ടുകൊണ്ട് എൻ്റെ ഉമ്മയുടെ ഭാഗ്യമാണ് എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഉമ്മ എന്ന് വീടകങ്ങളിൽ നിന്നും കുഞ്ഞിനെ അനുഭവിപ്പിക്കുമ്പോൾ അവൾ പറയില്ല എനിക്ക് വിവാഹം വേണ്ട എന്ന്, അവൻ പറയില്ല എനിക്ക് വിവാഹം വേണ്ട എന്ന്. ഉമ്മയെപ്പോലെയുള്ള ഒരു ഇണയെ എനിക്കും വേണമെന്ന് മകൻ ആഗ്രഹിക്കും. ഉപ്പയെപ്പോലെയുള്ള ഒരു ഭർത്താവിനെ എനിക്കും വേണമെന്ന് മകൾ ആഗ്രഹിക്കും. മുമ്പിൽ ലിവിങ് ടുഗദർ ഉണ്ട്, എന്ത് സുഖാന്നറിയോ? ഇഷ്ടമുള്ള ആളൊപ്പം, അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ ഏത് ജാതി മതം ഏതും ആയിക്കോട്ടെ, ഇഷ്ടമുള്ളത്ര കാലം ജീവിക്കുക. അവിടെ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കണ്ട, ഓൻ്റെ പാത്രം കഴുകി കൊടുക്കണ്ട. അത് പറഞ്ഞപ്പോൾ ഓർമ്മ, ഒരു കുട്ടി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വന്നു. 6 മാസമായിട്ടുള്ള നിക്കാഹ് കഴിഞ്ഞിട്ട്. എന്തിനാ ഡിവോഴ്സ് എന്ന് ചോദിച്ചപ്പോൾ പറയാ, വാപ്പ സിറ്റ് ഔട്ടിൽ കാല് കയറ്റി വെച്ചിരിക്കും. ഡീന്ന് വിളിക്കുമ്പോൾ ഉമ്മ കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. അരമണിക്കൂർ കഴിഞ്ഞ് ഉപ്പ അടുത്ത ഡീ വിളിക്കുമ്പോൾ ഉമ്മ വന്ന് ആ പാത്രം കൊണ്ടുപോയി ആ ഗ്ലാസ് കൊണ്ടുപോയി കഴുകി വെക്കും. ഐ വോണ്ട് ഡിവോഴ്സ്. ഞാൻ ചോദിച്ചു, പൊന്നാരൻ്റെ പടപ്പ്, ഈ കല്യാണം കഴിച്ച വാപ്പാനല്ലേ, വാപ്പാൻ്റെ മകനല്ലേ എന്ന്. ഓള് പറയാ, ഈ വാപ്പാനെ കണ്ടല്ലേ എന്നെ കല്യാണം കഴിച്ചവൻ പഠിക്കുക. അവന് ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഡോക്ടറെ, അവൻ്റെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് കൊടുക്കേണ്ടി വരും, അവൻ്റെ ഷൂ ഞാൻ പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അവൻ കഴിച്ച പാത്രം പോലും ഞാൻ കഴുകി വെക്കേണ്ടി വരുമെന്ന് ഗദ്ഗദം പറയുന്ന, സങ്കടം പറയുന്ന മക്കൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഓർക്കണം, അടി എന്ന വിളി സ്നേഹത്തിൻ്റെതാണ്. ആ കട്ടൻ ചായയിൽ മധുരത്തോടൊപ്പം കലക്കിയിട്ടുള്ളത് ഉമ്മയുടെ സ്നേഹമാണ്. ആ ചായ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് വാപ്പയുടെ നീരാക്കപ്പെട്ട ചോരയുടെ റിസൾട്ടാണ്. ആ കട്ടൻ ചായ തിളച്ച ഊർജം പോലും
ആ ചായപ്പൊടി പോലും ആ പഞ്ചസാര പോലും ഉപ്പയുടെ അധ്വാനമാണ്. ആ അധ്വാനത്തിലുള്ള സ്നേഹമാണ് ഉമ്മ നൽകുന്നത് എന്ന പാഠം അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ, പ്രാഗി പറഞ്ഞ് കട്ടൻ ചായ ഉണ്ടാക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ അതാണ് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അതാണ് നാം അനുഭവിപ്പിച്ചു കൊടുക്കേണ്ടത്. അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ പാഠം. ഓർക്കുക, മനോഹരമായ കുടുംബജീവിതം സംജാതമാവുമാറാവട്ടെ. ക്ലിനിക്കിൽ വന്ന ഭാര്യ ഭർത്താവ് പ്രശ്നം പറയാൻ വേണ്ടി വന്നതാ. അമ്മായിമാനെ കുറിച്ച് മരുമോൾ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് മകന്റെ മടിയിലിരിക്കുന്ന 4 വയസ്സായ മോള് ഉമ്മാന്റെ വായ പൊത്തിപ്പിടിച്ചിട്ട് എന്നോട് പറയാ, ഡോക്ടറെ, എൻ്റെ ഉമ്മ പറയണതൊക്കെ ഒന്നും വിശ്വസിക്കണ്ടട്ടാ, എൻ്റെ ഉമ്മമ്മ പാവാണ് എന്ന്. നോക്കൂ, 4 വയസ്സായ കുഞ്ഞിൻ്റെ 7 വയസ്സ് വരെ മാത്രം വളരുന്ന തലച്ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പകയുടെയും വിദ്വേഷത്തിൻ്റെയും കോപത്തിൻ്റെയും വിത്തുകളാണ്. ആ വിത്തുകളല്ലേ വളരുകയുള്ളൂ. ആ വിത്തുകളാണ് വളർന്ന് പന്തലിച്ച് വൻ വൃക്ഷമായി അതിൽ നിന്നും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും കാരുണ്യത്തിൻ്റെയും ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. മറിച്ച് കോപത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഈർഷ്യയുടെയും മാത്രം ഫലങ്ങളെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ചിന്തിക്കുക, ബന്ധങ്ങൾ ഊഷ്മളമാക്കേണ്ടതുണ്ട്. ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മരുന്ന് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഓടി വരിക ക്ലിനിക്കിൽ, സന്തോഷം പറയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ ഞങ്ങൾ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ മരുന്ന് നിർത്തിയത്? മൂപ്പര് പറയാ, ഞാൻ എൻ്റെ പുരയ്ക്ക് നേരത്തെ ചെല്ലൽ നിർത്തിയെന്ന്. പുരയ്ക്ക് നേരത്തെ ചെല്ലൽ നിർത്തിയെന്ന് കരഞ്ഞുകൊണ്ട് അദ്ദേഹം സന്ദർഭം വിവരിക്കുക. ഞാൻ എൻ്റെ പുരയ്ക്ക് നേരത്തെ ചെല്ലാൻ ആഗ്രഹിച്ച ആളാ ഡോക്ടറെ. കാരണം എന്താണെന്നറിയാം, എൻ്റെ ഉമ്മ ഉണ്ട് എൻ്റെ പുരയില്, എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ ഇണയുണ്ട്, എൻ്റെ മക്കളുണ്ട്. അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ, അവരോടൊപ്പം ആനന്ദിക്കാൻ ആഗ്രഹിച്ചവനാ ഞാൻ. പക്ഷേ പലപ്പോഴും കയറി ചെല്ലുമ്പോൾ കരഞ്ഞ കണ്ണുകളുമായി ഇരിക്കുന്നുണ്ടാവും എൻ്റെ ഉമ്മ. ഉമ്മാനോട് ഞാൻ ചോദിക്കും, എന്താ അമ്മ പ്രശ്നം എന്ന്. അപ്പോൾ ഉമ്മ പറയും, എൻ്റെ ഇണ ഉമ്മയോട് ചെയ്ത കടും കൈകൾ ഉമ്മ പറയും, പൊട്ടിക്കരയും. അത് കേട്ട് സങ്കടപ്പെട്ട് ഞാൻ അകത്ത് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവും ബെഡ്റൂമിൽ കടുന്നല് കുത്തിയ മുഖമായിട്ട് ഓളിരിക്കണ്. ഓക്കും പറയാനുണ്ടാവും ഉമ്മ അവളോട് ചെയ്ത ഒരുപാട് അപരാധങ്ങൾ. കേട്ട് 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 എൻ്റെ ബ്ലഡ് ഷുഗർ, എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 300 ഡോക്ടറെ. എൻ്റെ ബ്ലഡ് പ്രഷർ 290, 180 ആയി. ഞാൻ മരുന്ന് കുടിക്കാൻ തുടങ്ങി. പക്ഷേ ഒരാഴ്ചയായിട്ട് ഞാൻ മരുന്ന് നിർത്തി. കാരണം ഞാൻ എൻ്റെ പുരയ്ക്ക് നേരത്തെ കയറി ചെല്ലൽ നിർത്തി. പാവ ഉമ്മ മരുന്ന് കുടിക്കുന്നോണ്ട് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടാവും. മരുന്ന് കുടിക്കുന്നോണ്ട് ഉമ്മ ക്ഷീണിച്ച് നേരത്തെ ഉറങ്ങും. ഓളും അടുക്കളയിലെ പണിയും കുട്ടികളെ മേക്കലും ഒക്കെ കഴിഞ്ഞ് അവളും ക്ഷീണിച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞ് കള്ളന്മാരെ പോലെ ഞാൻ മെല്ലെ കയറി ചെല്ലും. ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും, പതുക്കെ കിടന്നുറങ്ങും. പക്ഷേ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും മരുന്ന് നിർത്തിയെന്ന് ഗദ്ഗതം സന്തോഷം പറയുമ്പോഴും ഉള്ളിൽ ഇങ്ങനെ വിഷമിക്കുകയാണല്ലേ. അയാൾ പറയാ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എൻ്റെ ഒരു കയ്യിൽ എൻ്റെ ഉമ്മയാണ്, എൻ്റെ സ്വർഗമായ എൻ്റെ ഉമ്മയാണ്. ഉമ്മയെക്കുറിച്ച് പറഞ്ഞാൽ തീരുമോ? താരാട്ടുപാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ, കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുവർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അതാണ് ഉമ്മ. എൻ്റെ സ്വർഗമാകുന്ന, എൻ്റെ ബാധ്യതയാകുന്ന എൻ്റെ ഉമ്മയാണ് എൻ്റെ ഒരു കയ്യിൽ. മറു കയ്യിൽ ഞാൻ മഹർ നൽകി അള്ളാഹുവിനെ സാക്ഷ്യം നിർത്തിക്കൊണ്ട് എന്നിൽ ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് എന്നിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് എൻ്റെ മക്കളുടെ ഉമ്മയായി മാറിയ എൻ്റെ ഇണയാണ്. ആർക്കാ കനം തൂങ്ങേണ്ടത്? ആർക്കെണ്ണല്ലേ കനം തൂങ്ങുക? പെരുവള്ളൂർ ആർക്കാ കനം തൂങ്ങുക? ഉമ്മാക്കോ ഭാര്യക്കോ? അത് ഓരോട് ചോദിക്കണല്ലേ. ഓലിപ്പം ഇന്ന് അതിൻ്റെ ഉത്തരം പറഞ്ഞാലേ നാളെ എൻ്റെ ക്ലിനിക്കിൽ ഭയങ്കര തിരക്കേകാരം ഇല്ലേ? അതുകൊണ്ട് ഓല് ഉത്തരം പറയുമോ? ഉത്തരം എന്താണ്? ഉത്തരം മറ്റൊന്നുമല്ല, രണ്ടും കനം തൂങ്ങൂല. കാരണം നമ്മൾ ഇവിടെ തുലാഭാരം നടത്തുന്നത് സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടാണ് ഇവിടെ തുലാഭാരം നടത്തുന്നത്. ഇവിടെ കട്ടയായി നമ്മൾ വെക്കുന്നത്, വെയിങ് മെഷീനിൽ കട്ടയായി വെക്കുന്നത് സ്നേഹത്തിന് അളവുണ്ടോ?
ഉമ്മാക്ക് നൽകുന്ന സ്നേഹത്തിൽ നിന്നും എടുത്തുകൊണ്ടാണോ ഭാര്യയെ സ്നേഹിക്കുന്നത്? ഭാര്യയ്ക്ക് നൽകുന്ന സ്നേഹത്തിൽ നിന്നും അണുമണി തൂക്കം പോലും സ്നേഹം എടുത്തുകൊണ്ടല്ല ഉമ്മയെ സ്നേഹിക്കുന്നത്. സ്നേഹം എന്ന് പറയുന്നത് അളവില്ലാത്ത അത്രയും പടച്ച തമ്പുരാൻ നമുക്ക് ഹൃദയങ്ങളിലേക്കുള്ളിലേക്ക് ഇട്ട് തന്ന ഒരു സുഖമാണ് സ്നേഹം. ആ സ്നേഹത്തിന് അളവില്ല. അത് ഉമ്മാക്ക് എത്ര കൊടുത്തോ അത്ര തന്നെ ഭാര്യയ്ക്കും നൽകാം. ഭാര്യയ്ക്ക് എത്ര നൽകിയോ അത്ര തന്നെ ഉമ്മയ്ക്കും നൽകാം. എന്നെ പ്രസവിക്കാത്ത എൻ്റെ ഉമ്മയാണ് എന്ന ചിന്ത എൻ്റെ ഉള്ളിലും, ഞാൻ പ്രസവിക്കാത്ത എൻ്റെ മകളാണ് എന്ന ചിന്ത എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഉള്ളിലും ഉണ്ട് എങ്കിൽ എത്ര മനോഹരമാണ് ആ ജീവിതം. നിങ്ങൾ ഓർത്തു നോക്കൂ. എൻ്റെ മകളാണ്, ഞാൻ പ്രസവിക്കാത്ത എൻ്റെ മകളാണ് എന്ന സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. ബന്ധങ്ങൾ ഊഷ്മളമാക്കുക. ഓരോ ബന്ധങ്ങളും ഊഷ്മളമാക്കിക്കൊണ്ട് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക, അവർക്ക് അനുഭവിപ്പിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നമ്മോട് ഓരോരുത്തരോടും പ്രാർത്ഥിക്കാൻ പറയുന്നത് സുജൂദ് എന്ന് പറയുന്ന കർമ്മം. ആ സുജൂദില് ഏറ്റവും കൂടുതൽ സൃഷ്ടാവുമായി അടുത്തിരിക്കുന്ന നിമിഷമാണ് സുജൂദ് എന്ന് പറയുന്നുണ്ട്. സുജൂദിൽ പക്ഷേ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. സുജൂദിലെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ല. പക്ഷേ ബന്ധങ്ങൾക്കുള്ള പ്രാർത്ഥന ഖുർആനിൽ പറയുന്നുണ്ട്. നോക്കൂ, അത്രയേറെ പ്രാധാന്യത്തോടു കൂടി നാം കാണുന്ന സുജൂദിലെ പ്രാർത്ഥനകൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ബന്ധങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇണകൾക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അത് തന്നെയാണ് ബന്ധങ്ങളുടെ പ്രാധാന്യവും. ഉൾക്കൊള്ളുക, പ്രാവർത്തികമാക്കുക, മക്കൾക്ക് അനുഭവമായി കൊണ്ട് ഇങ്ങനെ മക്കൾക്ക് മുമ്പിൽ പകർന്നു കൊടുക്കുക. കൺകുളിർമയേകി മാറ്റണമേ എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രാർത്ഥിക്കാൻ പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം, എൻ്റെ ഇണ, നമ്മുടെ ഇണകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമുക്ക് ഓരോരുത്തർക്കും കൺകുളിർമയേകുമാറ് പടച്ച തമ്പുരാൻ സംവിധാനിക്കുമാറാവട്ടെ. സമ്പത്തും സന്താനങ്ങളും അലങ്കാരമാക്കിയ മതമാണ് ഇസ്ലാം മതം. അത് അലങ്കോലമായി മാറാതെ എന്നും അലങ്കാരമായി തന്നെ തുടരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.